സിനിമകളിലും TV ഷോകളിലും തമാശയൊക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്ന താരമാണ് നടൻ ടിനി ടോം. മറ്റുള്ളവരെ ട്രോളുകയും അതിൽ ഹരം കൊള്ളുകയും ചെയ്യുന്നതാണ് അയാളുടെ രീതി. എന്നാൽ ആളും തരവും നോക്കി തമാശ പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ടിനി ടോമിന് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. അൻസിബയുടെ പരാതിയിൽ അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ടിനിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. അൻസിബയ്ക്കെതിരായ ജിഹാദി പരാമർശം തമാശയ്ക്ക് വിളിച്ചതെന്നായിരുന്നു ആദ്യം പോലീസിന്റെ നിലപാട്. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് കടവന്ത്ര പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. ഇതോടൊപ്പം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള മറ്റു പരാതികളും നിയമാനുസൃതമായി അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അൻസിബ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ മതിയായ തെളിവുകളില്ലെന്ന നിലപാടാണ് നേരത്തെ കടവന്ത്ര പോലീസ് സ്വീകരിച്ചിരുന്നത്. അതിനാലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരുന്നത്. ഇതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. പരാതി പരിശോധിച്ച കോടതി പ്രാഥമിക അന്വേഷണം മാത്രം നടത്തി പരാതി തള്ളിക്കളയാൻ കഴിയില്ലെന്നും നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ കേസെടുത്തത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും. അൻസിബയുടെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും തുടക്കത്തിൽ ഇത് അമ്മ സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന നിലപാടിലായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. അവരുടെ സംഘടനയ്ക്ക് ഇടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ. ഇതിനിടെ സമൂഹമാധ്യമങ്ങളിൽ ഹൈക്കോടതിയുടെ ചിത്രം പങ്കുവച്ച് അൻസിബ സത്യമേവ ജയതേ എന്ന ഒറ്റവരിക്കുറിപ്പും അതിനോടൊപ്പം ചേർത്തിരുന്നു. കോടതി ഉത്തരവിന് പിന്നാലെയാണ് അൻസിബ ഹസന്റെ പോസ്റ്റ്. കോടതിയുടെ നിർദ്ദേശത്തോടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ പരാതികളിലെ ആരോപണങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അന്വേഷണം പൂർത്തിയായ ശേഷമാകും തുടർ നിയമ നടപടികൾ ഉണ്ടാകുക. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.